ഹലോ. സ്കൂളിൽ പഠിക്കുന്ന സമയം വീട്ടിൽ പായസം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരൈറ്റമാണ് കേട്ടോ ഈ ശർക്കര ചോറ്. ശരിക്കും പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന കൂട്ട് പായസത്തിൻ്റെ അതേ രുചിയിലും നമുക്ക് വീട്ടിലും ശർക്കര ചോറ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉണക്കലരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി തിളച്ച് വന്നാൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ അരിയോടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് അങ്ങനെ അടപ്പത്ത് കിടന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് വെന്ത് കിട്ടും. ഉണക്കലരി ആയതുകൊണ്ട് തന്നെയാണ് 20 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടുന്നത്. അപ്പോൾ അത് നന്നായി ഒന്ന് വെള്ളം വറ്റി വരാൻ നോക്കി നിൽക്കണ്ട. അതിനു മുമ്പ് ഞാൻ 1 ബൗള് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് ശർക്കര പാനിയായിട്ട് ചേർത്തെടുക്കാം. ഇത് അഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ 1 ബൗള് ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. ആ പൊടി ഈ അരിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഏകദേശം ആ വെള്ളവും ഈ ശർക്കരയുടെ പാനിയും കൂടി ഈ ശർക്കരയൊക്കെ ഈ ചോറിൽ നന്നായി അങ്ങോട്ട് പിടിക്കണം കേട്ടോ. അതിനായി കുറച്ച് നേരം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ ആ ശർക്കര നന്നായി ഉരുകി ഈ അരിയുമായി നന്നായി പിടിച്ച് ഈ ചോറിലേക്ക് ആ ശർക്കര രുചി ഇറങ്ങുന്നതാണ്. ഇനി ഇതിൻ്റെ ഒപ്പം നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങയും അരിയും കൂടി ഈ ശർക്കരയും നന്നായി ഇളക്കി യോജിപ്പിച്ച് വെള്ളം നന്നായി വറ്റിച്ചെടുക്കണം. അങ്ങനെ വെള്ളം നന്നായി വറ്റിച്ചെടുത്ത് നല്ല കട്ടിയായിട്ടാണ് ഞാനിത് ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാറ്. നമുക്ക് ഈ അമ്പലത്തിൽ നിന്നൊക്കെ കൂട്ടുപായസം കിട്ടുന്ന അതേ രുചി, അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ പാച്ചോറ് നേർച്ചയില്ലേ, ആ നേർച്ചയുടെയൊക്കെ അതേ ടേസ്റ്റാണ് കേട്ടോ. ഇതാ ശർക്കരയും വെള്ളമൊക്കെ നന്നായി വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ആ ചൂടിൽ അങ്ങനെ തന്നെ ഇരുന്ന് നന്നായി കട്ടയായിക്കോളും. ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരിയോടെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ്, അതായത് 1 സ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ച് നന്നായി ചൂടായി കഴിഞ്ഞാൽ ചെറിയതായി അരിഞ്ഞ തേങ്ങാക്കൊത്തും കൂടി ഒന്ന് വറുത്ത് ചേർക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഇടയ്ക്ക് ഈ പായസത്തിൽ കടിക്കുക തന്നെ ഒരു രുചിയാണ്. ഇനി അതിഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ. എന്നാൽ നെയ്യ് ഒഴിച്ചാൽ ഒരു പ്രത്യേക വാസനയും രുചിയൊക്കെ എക്സ്ട്രാ കൂടി കിട്ടുന്നതാണ്. ഇനി തേങ്ങ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്ത് നമ്മുടെ ശർക്കര ചോറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിങ്ങെടുത്താലുണ്ടല്ലോ, ആഹാ, ഇപ്പോൾ തന്നെ മുറിയാകെ നല്ലൊരു വാസനയാണ്. ഈ നെയ്യുടെയും ഈ പായസത്തിൻ്റെയും നല്ലൊരു വാസന. ഇനി വാസന മാത്രമല്ല കേട്ടോ, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിട്ട് വരുമ്പോൾ വൈകുന്നേരം 4 മണിക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഈ ശർക്കര ചോറ്. അന്ന് ശർക്കര ചോറുണ്ടായാൽ അത്താഴം അതുമാത്രം തന്നെ മതി. പായസം കുടിക്കാൻ കൊതിയാവുമ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കി തരുന്ന ഒരു പായസം കൂടിയാണ് കേട്ടോ ഈ ശർക്കര ചോറ്. അന്ന് ഉണക്കലരിക്ക് പകരം ചിലപ്പോൾ റേഷൻ വെള്ളരി കൊണ്ട് ഈ ശർക്കര ചോറ് വെച്ച് തരും. അതും രുചിയാണ്. പിന്നെ മട്ട അരിയും കൊണ്ടും നമ്മൾ ശർക്കര ചോറ് വെക്കാറുണ്ട് കേട്ടോ. ഉണക്കലരി തന്നെ വേണമെന്നില്ല. ഇന്നൊക്കെ പിള്ളേർക്ക് ഇങ്ങനെ ശർക്കര ചോറൊക്കെ ആരെങ്കിലും വെച്ച് കൊടുക്കാറുണ്ടോ? എല്ലാവർക്കും ബേക്കറി പലഹാരമാണ് മുഖ്യം. പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഇരുന്ന് ശർക്കര ചോറൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഒന്ന് പറയണം കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. ടാറ്റാ, ബൈ.